നമസ്കാരം. ഇത് ഈ ഈ വോയിസ് മെസ്സേജ് എല്ലാവരും കേൾക്കണം. ഈ ഗ്രൂപ്പില് പയ്യൂർ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ വോയിസ് മെസ്സേജ് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഇത് നിങ്ങൾ കേൾക്കുക മാത്രമല്ല, നിങ്ങൾക്ക് അറിയണവരുണ്ടെങ്കിൽ അവർക്ക് ഇതില് ഫോർവേഡ് ചെയ്യുകയും വേണം. അപ്പൊ ഞാൻ ഇതിൽ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കുറച്ചു കാലമായിട്ട് വെട്ടത്ത് രാജാവ് എന്നും പറഞ്ഞൊരു കക്ഷി, ഇദ്ദേഹം പറയണത് പുളിക്കൽ ശങ്കരോടത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള ഒരു ആളാണ്. അവിടെ നിന്നുള്ള വെട്ടത്ത് രാജാവാണ് എന്ന് അവകാശപ്പെട്ട് ഒരാള് നടക്കുന്നുണ്ട്. എനിക്ക് ആളുടെ ശരിക്കുള്ള പേരും ഇതൊന്നും എനിക്ക് ഇവിടെ പറയണമെന്നില്ല. ലെറ്റ് സേ അതൊരാളാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം, ഞാൻ ഫ്രോഡെന്നൊന്നും പറയില്ല, എങ്ങനെയാണെന്നൊന്നും അതൊന്നും ഞാൻ പറയില്ല. ബട്ട് അദ്ദേഹം വെട്ടത്ത് രാജാവല്ല. ഇങ്ങനെ എന്തോ അരിയിട്ട് വാഴ്ച നടത്തിയിട്ടുണ്ട്, എന്താ പുളിക്കൽ ശങ്കരോടത്ത് അരിയിട്ട് വാഴ്ച നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് അങ്ങേർക്ക് വെട്ടത്ത് രാജവംശമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഞാൻ അതെന്താണ് എന്താ പറയാൻ കാരണം എന്നുള്ളത് ഞാൻ ഈ വോയിസ് മെസ്സേജിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഫോർവേഡ് ചെയ്യണം. പ്രത്യേകിച്ച് വെട്ടത്ത് പയ്യൂർ മനയിലുള്ളവർക്കും പിന്നെ വെള്ളം ബ്രഹ്മസമ്മടോ എവിടെയാണെന്ന് വെച്ചാൽ കൊടുക്കണം. ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ചരിത്ര നിരൂപകനോ അല്ലെങ്കിൽ ചരിത്രം പഠിച്ച ഒരാൾ, ചരിത്രത്തെ അനലൈസ് ചെയ്ത ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. പോരാത്തതിന് കഴിഞ്ഞ 20-25 കൊല്ലമായിട്ട് ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. ഈ ചരിത്രം വായിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളും എല്ലാം വായിച്ച്. കേരളത്തിലെ ചരിത്രമാണ് കൂടുതലും ഞാൻ വായിച്ചേക്കുന്നത്. അതും മധ്യ കേരളം എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം ആ ഭാഗത്തുള്ളത്. അങ്ങനെ ചെയ്ത ഒരാളാണ്. എൻ്റെ പേര് വിജയ് കേരള വർമ്മ എന്ന് പറയും. ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താലും ട്വിറ്ററിൽ സെർച്ച് ചെയ്താലും എനിക്ക് ഒരു കഴിഞ്ഞ 15-16 കൊല്ലമായിട്ട് ഞാൻ അതിൽ ഒരു ആക്റ്റീവ് പ്രസൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓരോ ചരിത്ര പോസ്റ്റും എല്ലാം നിങ്ങൾക്ക് കാണാം. ഞാനത് പറയുന്നു. പിന്നെ പോരാത്തതിന് ഞാൻ വെട്ടത്ത് കൃഷ്ണൻ നമ്പൂരിപ്പാടിൻ്റെ മകളുടെ മകനാണ്. അതാണ് ഞാൻ ഈ ഗ്രൂപ്പിലുള്ളത്. ഇനി വേറെ എവിടെയാണെങ്കിലും ഇത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ മൂത്ത താവഴിയിലെ വലിയ പടിഞ്ഞാറേക്കോലം താവഴി, അതിന്റെ സബ് താവഴിയിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൊച്ചി രാജകുടുംബം എന്ന് എല്ലാവരും പറയുന്നത് മൂത്ത താവഴിയാണ്. അതിൽ 5 താവഴിയുണ്ട്, അതിൽ 4 താവഴിയുണ്ട്. അതിൽ പടിഞ്ഞാറേക്കോലം താവഴി, പടിഞ്ഞാറേക്കോലം താവഴിയിൽ വലിയ പടിഞ്ഞാറേക്കോലത്തെ പ്രഭാതി തമ്പുരാന്റെ മകനാണ്, 2ാമത്തെ മകനാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. അപ്പോൾ വേറെ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഈ പുളിക്കൽ ശങ്കരോടത്ത് ഉള്ള ഈ പറയുന്ന പ്രസ്തുത വ്യക്തി, ഞാൻ അദ്ദേഹം എന്തോ അമ്പലം പുനരുദ്ധാരണം ചെയ്തു, അവിടെ പലതും ചെയ്തു ഒക്കെ. അതിനൊന്നും ഞാനൊന്നും നെഗറ്റീവ് ഒന്നും പറയല്ല. അദ്ദേഹം ചെയ്തൊക്കെ നല്ല കാര്യമാണ്. സ്വന്തം തറവാട്ടിൽ അമ്പലം വെച്ചു, അവിടെ പൂജ നടത്തുന്നു. പോരാത്തതിന് അവിടെ എന്താ പറയാ, ഓരോ യാഗങ്ങളും പലതും ചെയ്യുന്നു ഒക്കെ പറഞ്ഞു കേട്ടു. ഒക്കെ ഓക്കെ. അരിയിട്ട് വാഴ്ച നടത്തി, ആയിക്കോട്ടെ, നടത്തിക്കോളൂ. പക്ഷെ ഇദ്ദേഹം ഈ വെട്ടത്ത് രാജവംശമാണ് എന്ന് പറയുന്നതിൽ ഞാൻ കംപ്ലീറ്റ്ലി അത് അഗ്രി ചെയ്യുന്നില്ല. പിന്നെ ഇന്ന് എനിക്ക് ആരോ ഫോട്ടോ അയച്ചു തന്നു. ഒരു ആക്ച്വൽ വെട്ടത്ത് പരമ്പരയിലുള്ള ഒരാൾ, ഒരു ശോഭാ വർമ്മ എന്ന് പറഞ്ഞപ്പോൾ ഈ ഇടയ്ക്ക് May 24 ഒരു പുസ്തകം പ്രകാശനമൊക്കെ ചെയ്തിരുന്നു, വെട്ടത്ത് രാജവംശം. അവരെ എല്ലാവരും കളിയാക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവരാണ് ശരിക്കുള്ള അതിലെ മെമ്പറാണ് ഫാമിലിയിൽ, ഈ പറയുന്ന ആളല്ല. അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ച് ഈ പുളിക്കൽ ശങ്കരോടത്ത് അദ്ദേഹത്തെ വിളിച്ച് ബ്രഹ്മസമ്മടത്തിലും നമ്മുടെ കുറ്റിക്കുളങ്ങരയിലും വന്നു എന്നൊക്കെ ഞാൻ കേട്ടു. എനിക്കറിയില്ല എന്താണ് ഉണ്ടായെന്നുള്ളത്. അത് ഇനി വെട്ടത്ത് രാജാവാണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ തെറ്റി. ഇനി ഒരാൾ ഒരു തറവാട്ടിലെ കാരണവർ വന്നു ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ. എനിക്കത് ഞാൻ പറയണം നിർബന്ധിച്ചുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇന്നാൾ പാഞ്ഞാളിൽ ഏതൊരു ഇല്ലത്ത് എന്തോ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. എന്തിനാണ് പോയത് എനിക്കറിയില്ല. ഞാൻ ഇയാളുടെ ഒരു ചെറിയ ഹിസ്റ്ററി പറയാം. ഒരു കഴിഞ്ഞ 4-5 കൊല്ലത്തിലാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട്, കഴിഞ്ഞ മുമ്പത്തെ ഏപ്രിലിൽ മോഹനേട്ടൻ, ഈ ഗ്രൂപ്പിലുള്ള APK മോഹനേട്ടൻ ഇട്ട പോസ്റ്റിന് റിപ്ലൈ വെച്ചിട്ടാണ് ഞാൻ ഇയാളെ കുറിച്ച് അറിയണേ ആദ്യം. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പല സ്ഥലത്തായിട്ട് ഇയാളെ കുറിച്ച് പഠിച്ച് യൂട്യൂബ് വീഡിയോസും എല്ലാം ഞാൻ നോക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. അപ്പൊ ഇദ്ദേഹം ആദ്യം പറഞ്ഞോളൂ, ഇദ്ദേഹം സാമൂതിരി കോലത്തിന്റെ ഒരു ബ്രാഞ്ചാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പല വീഡിയോസും ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ആ വീഡിയോസിന്റെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, വീഡിയോസിന്റെ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട് ചിലത്. അപ്പോൾ ഇദ്ദേഹം സാമൂതിരി കൊല്ലത്തുനിന്ന്. അപ്പൊ സാമൂതിരി കൊല്ലത്തുനിന്ന് ആരൊക്കെയോ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം വെള്ളാട്ടരിയാണെന്ന്. ഈ വെള്ളാട്ടരി എന്ന് പറഞ്ഞാൽ വള്ളുവക്കോണാതിരിയാണ്. ഈ വള്ളുവക്കോണാതിരിയുടെ അപ്പൊ ഫാമിലി ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ യൂട്യൂബിൽ പല വീഡിയോയിലും പറയുന്നത് വെള്ളാട്ടരി എന്നാണ് പറയുന്നത്, വെള്ളാട്ടിരി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാരൊക്കെയോ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ പുള്ളിക്ക് ഒന്നും ഇത് ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് ആണ് ഈ താനൂർ സ്വരൂപത്തിലെ തൃപ്രങ്ങോട്ട് കോലത്തെ ആരോ ആണ്. ഈ താനൂർ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ പറയുന്ന പല വീഡിയോയിലും വെട്ടത്ത് രാജവംശത്തിലെ ഒരു താവഴിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ലോജിക് എന്താ ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, വെട്ടത്ത് ഇപ്പൊ ഇല്ലല്ലോ, രാജവംശം ഇല്ലാണ്ടായി, അപ്പൊ നമുക്ക് ആ പേര് വെക്കാം. ഇദ്ദേഹം പറയുന്നത് വള്ളുവനാട്ടിൽ നിന്ന് ഓടി വന്നു, പാലക്കാട്ട് സെറ്റിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അതും അതിലൊന്നും ഒരു ഇതില്ല. കാരണം വെള്ളാട്ടരിയാണെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ മാറ്റിയതായ, അപ്പൊ ഓരോ ഇതിലിട്ട് കളിച്ചു നോക്കുകയാണ്, ഓരോ പോയിന്റ് ഇട്ടിട്ട്. ഇപ്പൊ വെട്ടത്തിൽ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് പുള്ളി അവിടെ കയറി പിടിച്ചു. ഈ താനൂർ സ്വരൂപ താവഴിയാണെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടത്ത് രാജവംശത്തിൽ ഒരൊറ്റ സ്വരൂപമേ. വെട്ടത്ത് രാജവംശം അറിഞ്ഞിരുന്നത് താനൂർ സ്വരൂപം എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായി? അപ്പൊ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ആദ്യം.
ഇപ്പൊ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ കൊച്ചി രാജകുടുംബം. ഇങ്ങനെ ഇതും പറയുന്നുണ്ട്. താനൂർ സ്വരൂപത്തില് താവഴിയാണ് പെരുമ്പടപ്പൊക്കെ ആയിട്ട് ബന്ധമുള്ളതെന്ന്. ഈ ചരിത്രം പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, താനൂരും പെരുമ്പടപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. താനൂർ സ്വരൂപവും പെരുമ്പടപ്പ് സ്വരൂപമായിട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലായി? ആരൊക്കെ എന്തോ ഒരു ചെറിയ ബന്ധം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, പെരുമ്പടപ്പ് സ്വരൂപത്തിൽ ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നു വേറെ ഒരു നമ്പൂതിരി അല്ലാണ്ട് ആരോ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെ വന്നതാണ് വെട്ടത്ത് സ്വരൂപം. അത് ശരിയല്ല. അത് ഏതോ ഒരു ചരിത്രകാരൻ ഏതോ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. ഹിസ്റ്ററി അത് ശരിയല്ല. വെട്ടത്ത് രാജവംശക്കാർ സൂര്യക്ഷത്രിയന്മാരായിരുന്നു, അത് ശരിയാണ്. ക്ഷത്രിയന്മാരിൽ എന്താ പറയാ, ഏറ്റവും ധീരന്മാരായ ക്ഷത്രിയന്മാരായിരുന്നു. വെട്ടത്ത് രാജാവ് എന്താ പറയുക, ഫിയർസസ്റ്റ് ഫൈറ്റേഴ്സ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയില്ല, അതുപോലത്തെ ആൾക്കാരായിരുന്നു. ഈവൻ സാമൂതിരിനേക്കാളും വലിയ ഇതായിരുന്നു, ഫിയർസ് ഫൈറ്റർ ആയിരുന്നു എന്നാണ് പറയാ, പടയാളികളായിരുന്നു വെട്ടത്ത്. അല്ലാണ്ട് പെരുമ്പടപ്പും വെട്ടത്തുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒന്ന് രണ്ട് ഇൻസ്റ്റൻസിൽ എന്തോ ദത്ത് വന്ന് അത് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്, അത് വേറെ. പക്ഷെ വേറെ ബന്ധമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പെരുമ്പടപ്പ് എന്നുള്ള പേരും അതിൻ്റെ അകത്ത് എടുത്തിട്ടു, അല്ലാണ്ട് അതിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. അത് ചരിത്രം നോക്കിയാൽ ഇപ്പൊ നിങ്ങൾക്ക് ഏത് ചരിത്ര പുസ്തകത്തിൽ വേണം അതിന്റെ റെഫറൻസ് എന്ന് വെച്ചാൽ ഞാൻ ആ ചരിത്ര പുസ്തകം എടുത്തു തരാം. എനിവേ, ഇപ്പൊ ഈ വെട്ടത്തെ രാജവംശത്തിനെ അറിഞ്ഞിരുന്നത് താനൂർ സ്വരൂപം, അല്ലാണ്ട് അത് വേറെ താവഴി അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ വീഡിയോ നോക്കി അറിയാം അത് താവഴിയാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള ഏത് വീഡിയോ വേണമെന്ന് വെച്ചാൽ ഞാൻ അതും തരാം. ഇനി ഇതിന്റെ മുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ ഈ താനൂർ സ്വരൂപം വെട്ടത്ത് ഇത് ഒറ്റ ഇതാണ്, അല്ലാണ്ട് അതിന് വേറെ കോലവും ഉണ്ട്, തൃപ്രങ്ങോട്ട് വേറെ കോലവും ബ്രാഞ്ച് ഉണ്ട്, ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റത്തെ വെട്ടത്തെ രാജാവിന് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ 2 സിസ്റ്റേഴ്സിനെ ചരിത്രത്തിൽ അത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ബട്ട് ഞാനായിട്ട് മനസ്സിലാക്കിയതും പലരുടെ അടുത്ത് സംസാരിച്ചപ്പോഴും മനസ്സിലായത്, പലരും എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ്ങിൽ സാമൂതിരിയുടെ ഇതാണ് വെച്ചാൽ, ടിപ്പു സുൽത്താന്റെ ആക്രമണം കഴിഞ്ഞു, ടിപ്പു സുൽത്താനെ ഇവിടുന്ന് തുരുത്തി ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ വന്നു. അപ്പൊ സാമൂതിരിയും ബ്രിട്ടീഷുകാരും കൂടി ഈ വെട്ടത്തെ രാജാവിനെ അവിടുന്ന് തുരുത്തി. രാജാവിനെയല്ല, വെട്ടത്തെ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മെയ് 24, 1793 ആണെന്ന് തോന്നുന്നു, 94 എനിക്ക് കറക്റ്റായിട്ട് 94 ആണെന്ന് തോന്നുന്നു, 93 ആണെന്ന് തോന്നുന്നു, അന്നാണ് മരിച്ചത്, അന്നത്തെ ലാസ്റ്റത്തെ വെട്ടത്തെ രാജാവ്. അപ്പൊ ഇവര് രണ്ടുപേരും എന്തോ അറ്റാക്ക് ചെയ്ത് ഈ 2 സ്ത്രീകളെ. അങ്ങനെ അവരൊരു ശാസ്ത്രികളുടെ കൂടെ പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം അവരെ എന്താ പറയാ, അവിടുന്ന് കൊണ്ടുപോയി കോയമ്പത്തൂർക്ക് ആദ്യം കൊണ്ടുപോയി, അവിടുന്ന് തിരിച്ച് കൊച്ചിയിൽ വന്നിട്ട്, കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചി സംസ്ഥാനത്ത് വന്നിട്ട് തൃശ്ശൂർ, ഒല്ലൂരും ചാലക്കുടിയിലുമായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുക ചെയ്തത് 2 സിസ്റ്റേഴ്സ്. ഈ 2 സിസ്റ്റേഴ്സിന്റെ ഇപ്പോഴും പരമ്പരകളുണ്ട്, റെക്കോർഡഡ് പരമ്പരകളുണ്ട്. ഞാൻ ഇതായിട്ട് പറയല്ല, അതിനുള്ള തെളിവുകളുണ്ട്. അത് ഈ ശോഭാ വർമ്മ എന്നുള്ളവര് അവരുടെ പുസ്തകത്തിൽ ആ തെളിവ് ചെയ്തത്. അപ്പൊ ഈ പറയണ കക്ഷി പറയണത് എങ്ങനെയാണ് ശരിയാവണേ? ഇങ്ങനെ പറയണ ഇങ്ങനെ അമ്മുമ്മ കെട്ടിലമ്മയാണെന്നാണ്. ഈ കെട്ടിലമ്മ എന്നുള്ള സ്ഥാനം എന്താണെന്നറിയോ? അമ്മ ആരാഞ്ച് ഹൂവർ ഇറ്റ് ഈസ്, കെട്ടിലമ്മയാണെന്ന്. ഈ കെട്ടിലമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഈ പണ്ട് ഓരോ തമ്പരാക്കന്മാരുടെ വൈഫ് ഈ നെയ്ത്തിയാരമ്മ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലത്തെ ഒരു പൊസിഷനാണ്. ഈ വെട്ടത്ത് രാജവംശത്തിൽ ആരും കെട്ടിലമ്മ എന്ന് പറയില്ല. അപ്പൊ ഈ പഴയ വീഡിയോ നോക്കി കഴിഞ്ഞാൽ കെട്ടിലമ്മ എന്ന് പറയുന്നത്, കുറച്ച് കഴിയുമ്പോൾ അത് ഇപ്പൊ മാറ്റി ഇപ്പോഴത്തെ ഈ അടുത്ത വീഡിയോസ് ഒക്കെ നോക്കിയാൽ തമ്പുരാട്ടി എന്നുണ്ട്. അല്ല, ഇദ്ദേഹത്തിനോട് ആദ്യം തന്നെ നമ്മൾ പറയണം, നിങ്ങൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇതിൽ ഇരിക്കുന്നു. ഇന്നിപ്പോ ഞാൻ കണ്ടു, ഇന്ന് പാഞ്ഞാളിൽ ഏതൊരു ഇല്ലത്തെ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അല്ല, എന്താണ് ഇതിൽ വെട്ടത്ത് രാജാവായിട്ടാ പോയെന്ന് വെച്ചാൽ, സോറി, വെട്ടത്ത് രാജാവ് അല്ല അദ്ദേഹം. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും. ഈ മോഹനേട്ടൻ എനിക്ക് റിപ്ലൈ ചെയ്തപ്പോൾ ഒരു പുച്ഛം ഞാൻ അതിൽ കണ്ടു. ഞാൻ പറയാണ് മോഹനേട്ടൻ്റെ അടുത്ത്, കിടന്ന് ഇതാവരുത് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തെ വേറെ എന്ത് രീതിയിൽ നിങ്ങൾ ആദരിച്ചോളൂ, ഈ വെട്ടത്തെ രാജാവ് എന്നുള്ള രീതിയിൽ ആദരിക്കരുത് പ്ലീസ്. ഈ ഓഡിയോ 3 ലോങ് ആയെന്ന് എനിക്കറിയാം, ബട്ട് കാര്യം ഞാൻ പറയാൻ വേണ്ടി പറയാണ്. നിങ്ങളൊക്കെ വിഡ്ഢികളാവണത് കാണാൻ എനിക്ക് പറ്റില്ല. വേറെ ആർക്ക് എന്തായാലും പറ്റിയാലും എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ഒന്നാമത് എൻ്റെ മുത്തശ്ശൻ്റെ ഇല്ലക്കാരായിട്ട് എനിക്ക് നല്ല ഇതുള്ളതാണ്. ഞാൻ അവിടെ ഭരണതാണ്, ഇടയ്ക്ക് എനിക്ക് ഇതായിട്ടുള്ളതാണ്. അപ്പോൾ വെറുതെ എന്താ പറയാ, എന്നെ കൊണ്ട് ഇങ്ങനെ വിഷമിപ്പിക്കരുത് ഇതെന്ന് പറഞ്ഞിട്ട്. ഇത് എന്താ പറയാ, ഇയാൾ വെട്ടത്തിന് ആയിട്ട് ഒരു ബന്ധമില്ല, തനി ഫ്രോഡാണ്. മോൺസൺ മാവുങ്കിലോ അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഇന്നാൾ വേറൊരാളെ പിടിച്ചല്ലോ തൃശ്ശൂർ തൊട്ടെ, അയാളെ പോലെ ഒരാളാണ്. വെറുതെ മാർക്കറ്റിംഗ് ആണ്. പിന്നെ ഇദ്ദേഹത്തിന് പൈസ വരുന്ന സോഴ്സും ഞാൻ പല സ്ഥലത്തുനിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഒട്ടും ശരിയല്ല, പൈസ വരുന്ന സോഴ്സും. എനിക്കിപ്പോൾ ഇവിടെ ഇതിൽ പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അതിന് ഹാർഡ് എവിഡൻസ് ഒന്നുമില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് ഹാർഡ് എവിഡൻസ് ഉണ്ട്. വെറും യൂട്യൂബും ഫേസ്ബുക്കും ന്യൂസ് പേപ്പറും ന്യൂസ് ലിങ്ക്സ് ഇന്റർനെറ്റിലെ ലിങ്കുകളും വെച്ചിട്ടാണ് ഞാൻ നോക്കിയിട്ട് ഇത് പറയുന്നത്. ജസ്റ്റ് അതിൽ ഓരോ വേർഡിങ്സ് മാറിയതാണ് ഞാൻ നോക്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും അത് മനസ്സിലാക്കൂ. നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരോ അല്ലെങ്കിൽ ഇല്ലക്കാരോ ചർച്ചക്കാരോ ആരെങ്കിലും ഇങ്ങനെ ഇയാളെ പറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, ഇയാളെ ആനയിച്ച് വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആസ് എ പേഴ്സൺ പുള്ളിക്കൽ ശങ്കരോടത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ വെട്ടത്ത് രാജാവോ വെള്ളാട്ടരിയോ വല്ലതൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പറയാ, വിഡ്ഢികളാവരുത്. പിന്നെ ഇദ്ദേഹം പൈസ പലർക്കും കൊടുക്കണ്ടെന്ന് ഞാൻ കേട്ടു. ഇപ്പോൾ എന്താ പറയുക, പണിക്കത്തപ്പൂമ്പൂരി അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും, അദ്ദേഹത്തെ വരെ വാങ്ങിച്ചു എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല, അപ്പൂമ്പൂരി എനിക്ക് 2-3 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വല്യമ്മാവനെ നല്ല പരിചയമാണ് അദ്ദേഹത്തിന്. ഇവർ ഒരുമിച്ച് ഫെസിറ്റിലോട്ട് ഉണ്ടായിരുന്നതാണ്. ഒക്കെ അറിയാം, തെപ്പോന്ത്രയിലുള്ള ആളാണ്, ഒക്കെ അറിയണതാണ്. അമ്മയ്ക്ക് നന്നായി അറിയാം അപ്പൂമ്പൂരി. അപ്പൊ അതൊന്നും ഞാനിതിൽ പറയണില്ല. പക്ഷെ ഇയാളെ വിശ്വസിക്കരുത് നിങ്ങൾ, തനി ഫ്രോഡാണ്. പിന്നെ കുടുംബം കെട്ടിക്കുന്ന സ്റ്റൈൽ കണ്ടാൽ അറിയാം ഇയാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല. പിന്നെ ഇങ്ങനെ എന്തോ യാഗം നടത്തുന്നു, ഉത്തരീയം മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ഷത്രിയന്മാരാണെന്നുണ്ടെങ്കിൽ ദക്ഷിണ പോലും വാങ്ങിക്കാൻ പാടില്ല.
ഇതിൽ ശ്രാദ്ധദക്ഷിണ വരെയും എന്താ പറയുക, ഇപ്പൊ പല സ്ഥലത്ത് കുലങ്ങളിലൊക്കെ ഇപ്പൊ ക്ഷത്രിയന്മാരാണ് ശ്രാദ്ധദക്ഷിണ വാങ്ങിക്കണം. ക്ഷത്രിയൻ ദക്ഷിണ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേറെ ഒന്നും അതപ്പതിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പൊ എനിക്കറിയില്ല എന്താണ് നടക്കണേന്നുള്ളത്. നിങ്ങൾ ഇതിലൊന്നും ഫ്രോഡുകളുടെ ഇതിലൊന്നും ആരും പോയി പെടരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും വേറെ പറയാനില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതൊക്കെ തരും. മോനേട്ടനൊന്നും മനസ്സിലാക്കുക ബാക്കിയുള്ളവർ. ഇപ്പൊ എന്താ കുറ്റിക്കുളങ്ങരയിലേക്കൊക്കെ വിളിച്ചുകൊണ്ടുവന്നിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. ഞാൻ പിന്നെ അതിനൊന്നും കമന്റ് ചെയ്യുന്നില്ല. അത് പറ്റിയത് പറ്റി നോക്കി, അത്രയാണ്. അദ്ദേഹത്തിന്റെ അമ്പലം അതൊക്കെ ഐ എം നോട്ട് ക്വസ്റ്റനിങ് എനി ഓഫ് ദിസ്. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇത്രയും കേട്ട ആൾക്കാർക്ക് നന്ദി. 15 മിനിറ്റ് സോറി, ബട്ട് ഇത്രയും കേട്ടവർക്ക് നന്ദി. വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം.